നമ്മൾ കാണാൻ പോകുന്നത് ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്ന സെക്കൻഡ് യൂണിറ്റിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അമിഗോ ബ്രദേഴ്സ് എന്നുള്ള ചാപ്റ്റർ പിരി തോമസ് എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇത്. അപ്പം അമിഗോ എന്ന് പറയുന്ന വാക്കിന്റെ തന്നെ അർത്ഥം ഫ്രണ്ട്സ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഫ്രണ്ട്സ് ബ്രദേഴ്സ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ കഥയുടെ കഥ തന്നെ അത് തന്നെയാണ്. രണ്ട് ഫ്രണ്ട്സ് അവരെങ്ങനെ ബ്രദേഴ്സിനെ പോലെ കരുതുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കഥ തന്നെ. അപ്പം ഇതിൻ്റെ അകത്തെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അന്റോണിയോ ക്രെക്സും ഫെലിക്സ് വർഗാസും ആണ്. അപ്പം നമുക്ക് ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. വർഗാസ് എന്ന് പറയുന്നത് പേര് ഒരു സ്പാനിഷ് ആണെങ്കിൽ നമ്മുടെ ക്രെക്സ് എന്ന് പറയുന്ന പേര് സാധാരണ ഒരു ലൈബീരിയൻ ഒറിജിൻ ഉള്ള ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും രണ്ട് രാജ്യക്കാരാണ്. പക്ഷേങ്കിൽ ഇവർ വളരെ തിക് ഫ്രണ്ട്സ് ആണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ കഥയിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവര് വളരെ ചെറിയ പ്രായത്തിൽ, അതായത് കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ തൊട്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇവർ ഒരേ ബിൽഡിങ്ങിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ അവർ ടീനേജേഴ്സ് ആണ്. ഇപ്പോഴും അവർ വളരെ തിക് ഫ്രണ്ട്സ് ആണ്. ഇവരുടെ ഇൻട്രസ്റ്റും സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. അതിന് മുമ്പായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരിക. ഫേസ്ബുക്കിൽ കൂടെ കാണുന്ന കൂട്ടുകാരെല്ലാം തന്നെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അമിഗോ ബ്രദേഴ്സ് ഒന്ന് കാണാം. അന്റോണിയോ ക്രെക്സ് ആൻഡ് ഫെലിക്സ് വർഗേഴ്സ് were both 17 years old. അപ്പൊ ഈ രണ്ടുപേരും അന്റോണിയോയ്ക്കും ഫെലിക്സിനും 17 വയസ്സുള്ള രണ്ടുപേരാണ്. They were so together in friendship that they felt themselves to be brothers. ഇവര് വെറും ഫ്രണ്ട്സ് അല്ല. കാരണം എന്താണ്, ഇവർക്ക് തോന്നുന്നത് ഇവര് ബ്രദേഴ്സ് ആണെന്ന്. അത്രയ്ക്ക് സ്നേഹമാണ് ഇവർ തമ്മിലുള്ളത്. They had known each other since childhood, growing up on the Lower East Side of Manhattan in the same building. ഇവർ രണ്ടുപേരും ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹട്ടനിലുള്ള ഒരേ ബിൽഡിങ്ങിലാണ് ഉണ്ടായിരുന്നത്. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തൊട്ട്, ചൈൽഡ്ഹുഡ് തൊട്ട് അവിടെ തന്നെ വളർന്ന കുട്ടികളാണ്. Antonio was fair, lean and lanky, while Felix was dark, short and husky. അപ്പോൾ ഇവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ആന്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫോളിംഗ് ഓവർ ഹിസ് ഐസ്, വൈൽ ഫെലിക്സ് വോർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. അപ്പോൾ ഇവരുടെ ഹെയർ പോലും ഡിഫറെന്റ് ആണ്. ഒരാളുടെ വളരെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന, മുഖത്തോട്ട് ഒഴുകി കിടക്കുന്ന മുടിയാണെങ്കിൽ മറ്റേ ആളുടെ ആഫ്രിക്കൻ സ്റ്റൈലിലുള്ള ചുരുണ്ട മുടിയാണ്. Each youngster had a dream of someday becoming a ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദി വേൾഡ്. അപ്പം ഇവർക്ക് രണ്ടുപേരുടെയും ആഗ്രഹം എന്ന് വെച്ചാൽ വേൾഡ് ചാമ്പ്യൻ ആകണം. എന്തിൻ്റെ? ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻസ് ഇൻ ദി വേൾഡ്. അതാണ് ഇവരുടെ രണ്ടുപേരുടെ ആഗ്രഹം. എവറി ചാൻസ് ദേ ഹാഡ് ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്, സംടൈംസ് അറ്റ് ദ ബോയ്സ് ക്ലബ് ആൻഡ് സംടൈംസ് അറ്റ് ദ ജിം. Early morning sunrises would find them running along the East River Drive, wrapped in sweat shirts and short towels around their necks. രാവിലെ തന്നെ അവർ ഡെയിലി പ്രാക്ടീസ് ഉണ്ട്. അവർ ഒന്നുകിൽ ജിമ്മിലോ അല്ലെങ്കിൽ ബോയ്സ് ക്ലബിലോ പോയി ഡെയിലി പ്രാക്ടീസ് ചെയ്യും. മാത്രമല്ല ഇവർ എന്താണ്, രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് അവർ പോകും. When some youngsters were into street negatives, Antonio and Felix slept, ate, rapped and dreamt positive. അപ്പൊ ഇവരുടെ കുറെ പരദൂഷണക്കാരുണ്ടായിരുന്നു. അവർ പറയുന്നത് എന്താണ്, അന്റോണിയോ ഫെലിക്സും എന്താണ്, അവർ ചുമ്മാ അത് ഇപ്പൊ എല്ലാം നന്നാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ച് നടക്കുന്നേ ഉള്ളൂ. വെറുതെ തിന്നും കുടിച്ചു ഉറങ്ങി കഴിയുക, അല്ലാതെ യാതൊരു പ്രാക്ടീസും ചെയ്യുന്നില്ല എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. Between them, they had a collection of 5 magazines plus a scrapbook filled with torn tickets to every boxing match they had ever attended and some clippings of their own. ഇവരുടെ കയ്യിൽ ഒരു മാഗസീൻ ഉണ്ട്, 5 മാഗസീൻ ഉണ്ട്. പിന്നെ എന്താണ്, കളക്ഷൻ ഓഫ് 5 മാഗസീൻസ്, കുറെ 5 മാഗസീൻസിന്റെ കളക്ഷൻ ഉണ്ട്. കൂട്ടത്തിൽ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് നിറയെ എന്താണ്, ടിക്കറ്റ്സ് ആണ്. ഓരോ ബോക്സിംഗ് ഇവന്റ്സിന്റെ ടിക്കറ്റ് ആണ്. പിന്നെ എന്താണ്, ഇവരുടെ തന്നെ കുറെ ക്ലിപ്പിങ്സ്, ഇവരുടെ തന്നെ കുറെ ഫോട്ടോസും എല്ലാം തന്നെ ഇവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവർക്ക് എപ്പോഴും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവര് ഒരു
വേൾഡ് ചാമ്പ്യൻ ആവണം, ലൈറ്റ് വെയ്റ്റിൽ ഇവർക്ക് വേൾഡ് ചാമ്പ്യൻ ആവണം എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെ ആഗ്രഹം. Now, after a series of elimination bouts, they had been informed that they were to meet each other in the division finals that were scheduled for the 7th of August, 2 weeks away, the winner to represent the boys club in the Golden Gloves Championship tournament. അപ്പോൾ എന്താണ്, ഇവർ കുറേ അധികം പല ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്തു, പല ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തു. അതിനുശേഷം ഓരോ ആൾക്കാരും ഓരോ റൗണ്ടിൽ ഔട്ടായി അവസാനം ഫൈനൽ കോമ്പറ്റീഷൻ വരുന്നത് അന്റോണിയോയും ഫെലിക്സും കൂടാണ്. അപ്പം ആ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കുന്ന ആളായിരിക്കും എന്താണ് represent the boys ക്ലബിനെ റെപ്രസെന്റ് ചെയ്യാണ്. എവിടെ വേണ്ടിയിട്ട്? ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിൽ ബോയ്സ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ ആരാണോ ജയിക്കുന്ന ആളായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. The two boys continue to run together along the East River Drive, but even when joking with each other, they both sensed a wall rising between them. അപ്പം ഇവർ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈസ്റ്റ് റിവർ ഡ്രൈവിൽ പോയി അവർ കഠിനമായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തത്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം അവർക്ക് രണ്ടുപേർക്കും തോന്നുന്നുണ്ട്. One morning, less than a week before their bout, they met as usual for their daily workout. അങ്ങനെ ഒരു ദിവസം ഇവര് ഡെയിലി വർക്കൗട്ടിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യാണ്. അന്റോണിയോ ഗ്ലാൻസ് ചെയ്യുന്നതിന് നോക്കുക. glanced at Felix, who kept his eyes purposely straight ahead. അപ്പം അന്റോണിയോ ഫെലിക്സിനെ നോക്കി, പക്ഷേ ഫെലിക്സ് നേരെ നോക്കി, ഇവനെ നോക്കാതെ അന്റോണിയോ നോക്കാതെ നേരെ നോക്കി അവൻ പ്രാക്ടീസ് ചെയ്യണം. Pausing from time to time to do some fancy leg work while throwing 1-2s followed by uppercuts to an imaginary joke. അപ്പം അവിടെ ഫെലിക്സ് അവിടെ പ്രാക്ടീസ് ചെയ്യാണ്. അവന് ഒരു ഇമാജിനറി ആയിട്ട് ഒരാളവിടെ നിൽപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് ആളുടെ ജോയിൽ എന്ന് പറഞ്ഞാൽ താടി എല്ലിനിട്ട് തട്ടുന്ന, കാല് വെച്ച് തട്ടുന്ന രീതിയിൽ അവന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. After a mile or so, Felix puffed and said, puffed എന്ന് വെച്ചാൽ ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് പറഞ്ഞു, let's stop a while bro, I think we both got something to say to each other. പറഞ്ഞു നമുക്കൊന്ന് നിർത്താം, കാരണം നമുക്ക് എന്തോ കാര്യം വർത്തമാനം പറയാനുണ്ടെന്ന് തോന്നുന്നു. Man, I don't know how to come out with it, Antonio held. It's about our fight, right? Antonio പറഞ്ഞത്, എനിക്കറിയാം നമ്മളുടെ പ്രശ്നം എന്താണ്, നമ്മൾക്ക് വരാൻ പോകുന്ന ആ ഒരു കോമ്പറ്റീഷൻ, ആ ഒരു ഫൈറ്റിനെ കുറിച്ചല്ലേ നമ്മുടെ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. Yeah, right. Felix eyes squinted എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണടയത്തില്ലേ, നമ്മൾ സൂര്യന്റെ വെട്ടത്തിലോട്ട് നോക്കുമ്പോൾ കണ്ണിങ്ങനെ ചെറുതായിട്ട് അടഞ്ഞിരുന്നത്, അതിനാണ് squinted at the rising orange sun. I have been thinking about it too. In fact, since we found out it was going to be me and you, I have been awake at night pulling punches on you, trying not to hurt. Okay, അപ്പോൾ എന്താണ് ഇവർ പറയുന്നത്, രണ്ടുപേരുടെ പ്രശ്നം ഇത് തന്നെയാണ്. ഫെലിക്സ് പറയാണ്, നിന്റെ കൂടെ ആണല്ലോ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അന്ന് തൊട്ട് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഉറങ്ങാൻ കൂടി കഴിഞ്ഞിട്ടില്ല. നിന്നെ ഇരിക്കുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. സെയിം ഹിയർ, ഇറ്റ് ഈസ് നാച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. I mean, we both are fighters and we both want to win, but only one of us can win. There are no draws in the elimination. അപ്പോൾ അന്റോണിയോയ്ക്കും പ്രശ്നം അത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഫൈറ്റേഴ്സ് ആണ്, നമ്മളുടെ പ്രൊഫഷൻ ഫൈറ്റിംഗ് ആണ്. അപ്പം നമുക്ക് എതിരാളി ആര് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അന്റോണിയോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റീഷനിൽ ഡ്രോ ഇല്ല, ആരെങ്കിലും ഒരാൾ ജയിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം മറ്റൊരു ടൂർണമെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആളെ തിരഞ്ഞെടുക്കുകയാണ് അവർ, അതുകൊണ്ട് ഡ്രോ അവിടെ ഇല്ല. Felix tapped Antonio gently on the shoulder. I don't mean to sound like I'm bragging, bro, but I want to win fair and square. ഫെലിക്സ് എന്താ പറഞ്ഞത്, ഞാൻ ഫൈറ്റ് ചെയ്തില്ലെന്ന് അല്ലെങ്കിൽ ഇതിൽ
പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ വളരെ ഫെയർ ആയിട്ട് ജയിച്ചാൽ മാത്രമേ അതിനകത്തൊരു വിലയുള്ളൂ. അപ്പൊ എനിക്ക് ഫെയർ ആയിട്ട് ജയിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിന്നെ അടിക്കുമ്പം നിനക്ക് നോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നീയോ ഞാനോ അടിച്ചു കഴിഞ്ഞാൽ അതൊരു ഫെയർ പ്ലേ അല്ല. സാധാരണ നമ്മൾ ഏതൊരു ഒപ്പണന്റിനെ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് അവൻ പറയുന്നത്. Antonio nodded quietly. തല ഇങ്ങനെ ആട്ടി. Yeah, we both know that in the ring the better man wins. It's fair, Tony. Tony ഇവിടെ പറയുന്നത് അന്റോണിയോ ആണ്. അന്റോണിയോ ഇവൻ ടോണി എന്നാണ് വിളിക്കുന്നത്. When we get into the ring, it's got to be like we never met. We got to be like two heavy strangers that want the same thing and only one can have it. You understand? അപ്പം നമ്മൾ റിങ്ങിൽ കയറി കഴിഞ്ഞാൽ, ഫൈറ്റിംഗ് റിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ജയിക്കുക, ഫെയർ പ്ലേയിൽ കൂടെ ജയിക്കുക എന്നത് മാത്രം നമ്മുടെ ചിന്ത മതി. I know, Tony smiled. No pulling punches, we go all the way. Yeah, that's right. Listen, Tony, don't you think it's a good idea if we don't see each other until the day of the fight? I'm going to stay with my aunt Lucy in the Bronx. അപ്പം ഫെലിക്സ് പറഞ്ഞു, ടോണി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കോമ്പറ്റീഷൻ നടക്കുന്ന അന്ന് വരെ നമുക്ക് കാണണ്ട. എന്നും കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം വരും. നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്നത് കുറയും. അപ്പം അതിനേക്കാളും നല്ലത് നമുക്ക് കുറച്ച് നാൾ കാണണ്ട, എന്നിട്ട് ഈ ഒരു ഇതിന്റെ സമയത്ത് നമ്മുടെ കോമ്പറ്റീഷന്റെ സമയത്ത് മാത്രം നമുക്ക് കണ്ടാൽ മതി എന്ന് ഫെലിക്സ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആൻറ്റി ലൂസിയുടെ അടുത്ത് പോവാം. ബ്രോൺസിലാണ് അവരുള്ളത്. ടോണി സ്ക്രാച്ച് ഹിസ് നോസ് പെൻസീവ്ലി. പെൻസീവ്ലി ഇങ്ങനെ വെക്കുന്നതാണ്. Yeah, it would be better for our heads. He held out his hand palm toward deal. അവര് ഡീൽ പറയുന്നുണ്ട്. ഡീൽ. Felix lightly slapped up open skin. Ready for some more running? Tony asked lamely. വളരെ മടിയോടെ, lamely എന്ന് പറഞ്ഞാൽ വളരെ മടിയോടെ ഒന്നുകൂടെ ടോണി ചോദിച്ചു, ഇനിയും പ്രാക്ടീസ് ചെയ്യുന്നു? No bro, let's cut it here. You go on. I like to get things together in my head. Felix പറഞ്ഞു, ഇല്ല, നമുക്ക് ഇപ്പം നിർത്താം, കാരണം എനിക്ക് ഒന്ന് റിഫ്രഷ് ആവണം. You aren't worried, are you? Tony asked. But Tony വീണ്ടും ചോദിക്കാണ്, അവിടെ സങ്കടമുണ്ടോ, വിഷമമുണ്ടോ? No way man, Felix laughed out loud. I just think it's cooler if we split right here. After the fight, we can get in together again like nothing ever happened. അപ്പം ടോണി ഫെലിക്സ് പറയാണ്, ഒരു പ്രശ്നമില്ല, നമുക്ക് എന്തായാലും കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നല്ലതായിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കോമ്പറ്റീഷൻ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഫ്രണ്ട്സ് ആവും. The Amigo brothers were not ashamed to hug each other tightly. അവരുടെ സ്നേഹപ്രകടനമൊക്കെ അവർ കാണിച്ചു. The evening before the big fight, Tony made his way to the roof of his building. In the quiet early dawn, he peered over the ledge. He tried not to think of Felix, feeling he had succeeded in psyching his mind. But only in the ring would he really know. To spare Felix hurt, he would have to knock him out early and quick. അപ്പോൾ രണ്ടുപേരും ചിന്തയിലാണ്. അപ്പം ആന്റോണിയോ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ അവനെ തോൽപ്പിക്കേണ്ടത്? അവൻ്റെ ഫെലിക്സിനെ കുറിച്ചുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് അവന് കഠിനമായിട്ട് പ്രയത്നിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അവൻ ചിന്തിക്കുകയാണ്, എങ്ങനെ അവനെ തോൽപ്പിക്കാം? അപ്പം അവന് മനസ്സിലായി, അവൻ ചിന്തിക്കുകയാണ്, അവനെ ആദ്യം തന്നെ അവനെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവനെ തളർത്തണം, ഞാൻ ആദ്യം തന്നെ അറ്റാക്ക് ചെയ്യണം, ഇതാണ് വിചാരിക്കുന്നത്. Up in the South Bronx, Felix decided to take in a move in an effort to keep Antonio's face away from his fist. The flick was the champion with Kirk Douglas. The champion was getting beaten. Felix felt a shock. He saw himself in the ring blasting Antonio against the ropes. അപ്പം ഫെലിക്സിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എങ്ങനെയെങ്കിലും ഇവനെ കുറിച്ചുള്ള, അതായത് അന്റോണിയെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറണം. അതിന് വേണ്ടി അവന് ദ ചാമ്പ്യൻ വിത്ത് കെർട്ട് ഡഗ്ലസിന്റെ ഫൈറ്റ് ഒക്കെ കാണുകയാണ്. പക്ഷേ എന്താ പറ്റി, ഇത് കാണുമ്പോൾ തന്നെ ഇവന് വീണ്ടും അന്റോണിയെ കുറിച്ച് ചിന്ത വരികയാണ്. He walked up some dark streets, deserted except for small pockets of weary looking kid wearing gang colors.
Walking the streets had not relaxed him. Neither had the fight flicked. All it had done was to stir him up. He let himself quietly into his Aunt Lucy's apartment and went straight to bed. അപ്പം ഈ ഫെലിക്സിന് സത്യം പറഞ്ഞാൽ അന്റോണിയോയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. അവനെ ഇരിക്കുന്നതും ഒക്കെ തന്നെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ചിന്ത മാറാൻ വേണ്ടിയിട്ട് അവൻ വിചാരിച്ചു ഞാനെന്നാ ഒന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വെളിയിലിറങ്ങി നടന്നിട്ട് അവന് യാതൊരു വ്യത്യാസവും ഇല്ല. അവിടെ കുറെ കുട്ടികളൊക്കെ ഇങ്ങനെ ഗ്യാങ്സ് ആയിട്ട് അല്ലെ കൂട്ടം കൂടി ഇരുന്ന് വർത്തമാനം പറയാൻ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാകും. അങ്ങനെ ഇവൻ തിരിച്ച് വീണ്ടും വീട്ടിൽ വന്ന് ലൂസി ആന്റിയുടെ വീട്ടിൽ തന്നെ വന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. Antonio was passing some heavy time on his roof top. How would the fight tomorrow affect his relationship with Felix? അപ്പോൾ അന്റോണിയോയുടെ അവസ്ഥയും സെയിം തന്നെയാണ്. അന്റോണിയോ അവരുടെ റൂഫ് ടോപ്പിൽ നിന്ന് ഫെലിക്സിനെ കുറിച്ചുള്ള ചിന്തകളുമായിട്ട് നിൽക്കുകയാണ്. ഫെലിക്സുമായിട്ട് നാളെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ളൊക്കെ ചിന്തകളിലാണ് അന്റോണിയോ നിൽക്കുന്നത്. After all, fighting was like any other profession. Friendship had nothing to do with it. He cut negative thinking really quick by doing some speedy fancy dance steps. Felix, his amigo brother, was not going to be Felix at all. In the ring, just an opponent with another face. Antonio went to sleep. Like his friend, he prayed for victory via a quick clean knockout in the first round. അപ്പം അന്റോണിയോയും ചിന്തിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. ആദ്യം തന്നെ ഇവൻ വിചാരിക്കുകയാണ് എൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ടുപോകുമോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ക്ഷതം പറ്റുമോ എന്നുള്ള ചിന്തയിലാണ് അന്റോണിയോയും ഇരിക്കുന്നത്. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത് ഫൈറ്റിംഗ് ഞങ്ങളുടെ പ്രൊഫഷനാണ്. നമ്മുടെ പ്രൊഫഷൻ ചെയ്യുന്നതിൻ്റെ അത് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുക അത് തന്നെ വേണം. പിന്നെ ഒരു കാര്യം കൂടെ ചിന്തിക്കുന്നത് വെച്ചാൽ എങ്ങനെയെങ്കിലും ആദ്യം തന്നെ അവനുള്ള ആ ഫൈറ്റിൻ്റെ സമയത്ത് ഫെലിക്സിനെ ആദ്യം തന്നെ അത് അടിച്ചമർത്തണം, എന്നാലേ എനിക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. Large posters plastered all over the walls of local shops announced the fight between Antonio Cruz and Felix Vargas as the main bout. അപ്പം വലിയ പോസ്റ്ററുകൾ ഇവരുടെ രണ്ടുപേരും വലിയ പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കി അവിടെ എല്ലാം ഷോപ്സിൻ്റെയും തെരുവുകളിലും ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ കോമ്പറ്റീഷനാണ് അന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. The fight had created great interest in the neighborhood. അപ്പം നൈബേഴ്സ് എല്ലാം തന്നെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇവരുടെ രണ്ടുപേരുടെ ഫൈറ്റ് കാണാനായിട്ട്. Antonio and Felix were well liked and respected. Each had his own loyal following. അപ്പോൾ രണ്ടുപേർക്കും കുറേ ഫാൻസ് ഒക്കെ ഉണ്ട്. രണ്ടുപേരെയും ഒരേപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന കുറേ ഫാൻസ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. The fight was scheduled to take place in Tompkins Square Park. The morning of the fight, Tompkins Square was beehive of activity with numerous workers setting up the ring, the seats and the guest speaker stand. The scheduled bouts began shortly after noon and the park had begun filling up even earlier. അപ്പം നമ്മുടെ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് ടോംകിൻസ് സ്ക്വയറിലാണ്. അവിടെ ഭയങ്കര തിരക്കാണ് രാവിലെ തൊട്ട്. കാരണം എന്താണ്, ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്യുകയാണ്. മാത്രമല്ല അവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ്, പിന്നെ കാണികൾക്കൊക്കെ ഇരിക്കാനും അവർക്ക് റിഫ്രഷ്മെന്റിനും എല്ലാത്തിനുള്ള അറേഞ്ച്മെന്റ്സ്. ഇവര് ആഫ്റ്റർനൂണിലാണ് കോമ്പറ്റീഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആഫ്റ്റർനൂണിന് മുന്നേ തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്, കാണികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് വളരെ ഒരു വളരെ ജനത്തിരക്കുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. The waiting time was over. അങ്ങനെ നമ്മളുടെ കോമ്പറ്റീഷന്റെ സമയം അടുത്തു വരികയാണ്. Felix was escorted from the classroom by a dozen fans in white t-shirts. Antonio was escorted down a different stairwell and guided through a roped off path. അപ്പോൾ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നാണ് വരുന്നത്, അന്റോണിയോയും ഫെലിക്സും. ഫെലിക്സിന് കുറെ അനുയായികളുണ്ട്, അവരെല്ലാം വൈറ്റ് ടീഷർട്ട്സ് ഒക്കെ ഇട്ട് വരുന്നു. കൂടെ തന്നെ മറ്റേ അന്റോണിയോയും അപ്പുറത്തെ സൈഡിൽ കൂടി വേറൊരു സൈഡിൽ കൂടിയാണ് അന്റോണിയോ വരുന്നത്. അങ്ങനെ രണ്ടുപേര് ഇത്ര നാളും ഒരുമിച്ച് നടന്നിരുന്ന ആൾക്കാർ രണ്ട് സൈഡിൽ നിന്ന് വരികയാണ്. As the two climbed into the ring, the crowd exploded with a roar
Antonio and Felix both bowed gracefully and then raised their arms in acknowledgement. അപ്പം ഇവർ രണ്ടുപേരും കൂടെ കയറി റിങ്ങിൽ കയറി വന്നപ്പോൾ തന്നെ എന്താണ് ആൾക്കാരെല്ലാം കൂടെ ഭയങ്കര ആർത്തരച്ച് അവരെ വരവേൽക്കുകയാണ്. രണ്ടുപേരും അന്റോണിയോ ഫെലിക്സും വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ബോ ചെയ്ത് ഇങ്ങനെ കുനിഞ്ഞ് അവരെ വണങ്ങി. Antonio tried to be cool. He turned slowly to meet Felix's eyes, looking directly into his. Felix nodded his head and Antonio responded. അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ട് ഒപ്പോണൻസും തമ്മിൽ അവരും ഗ്രീറ്റ് ചെയ്യാണ്. ബോങ് ബോങ് ബോങ്. ഇവര് കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൊട്ടുമല്ലോ, ആ ചെണ്ട പോലത്തെ ഒരു സാധനം വെച്ചിട്ട് കൊട്ടത്തില്ല, അത് കൊട്ടുന്നു. The roar turned to stillness. Ladies and gentlemen, the announcer spoke. അപ്പോൾ ഇവിടെ അനൗൺസർ ഇവരെ നമ്മുടെ രണ്ട് ഫൈറ്റേഴ്സിനെ കുറിച്ച് അവർ അനൗൺസ് ചെയ്യാണ്. Announcer spoke slowly. Now is the moment we have all been waiting for, the main event between two fine young Puerto Rican fighters. In this corner, weighing 134 pounds, Felix Vargas. Felix Vargas's weight ആണ് പറയുന്നത് 134 pounds എന്നും. And in this corner, weighing 133 pounds, Antonio Cruz. The winner will represent the boys club in the tournament of champions, the Golden Gloves. There will be no draw where the best man win. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രോ ഇല്ല, ആരെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആർക്കാണോ കഴിവ് അവർ ഏറ്റവും കൂടുതൽ കഴിവുള്ള ആൾ ജയിക്കണം. കാരണം ഇവരെ റെപ്രസെന്റ് ചെയ്ത് മറ്റൊരു കോമ്പറ്റീഷന് പോകാനുള്ളതാണ്. ബോയ്സ് ക്ലബിന് റെപ്രസെന്റ് ചെയ്ത് ഗോൾഡൻ ഗ്ലവ് ടൂർണമെന്റിന് പോകാൻ വേണ്ടിയിട്ടുള്ള ചാമ്പ്യനെ അല്ലെ തിരഞ്ഞെടുക്കുകയാണ് ഇവര്. The cheering of the crowd shook the window panes of the old buildings surrounding Tompkins Square Park. Window panes എന്ന് പറഞ്ഞാൽ ജനലിന്റെ പാളികൾ, ജനൽ പാളികളെ പോലും അനക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പോലും മുഴക്കുന്ന രീതിയിലുള്ള ആരവമാണ് ഓഡിയൻസിന് അവിടെ ഉള്ളത്. At the center of the ring, the referee was giving instructions to the youngsters. അപ്പം റെഫറി ഉണ്ട്, റെഫറി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാണ് രണ്ടുപേർക്കും. Keep your punches up. പഞ്ചസ് ദേഹത്തിൽ അല്ലെ ടോർസോയിൽ ബോഡിയിലെ അപ്പർ പാർട്ടിൽ മാത്രമേ പാടുള്ളൂ. നോ ലോ ബ്ലോസ്, ലോവർ പാർട്ടിൽ പാടില്ല. നോ പഞ്ചിങ് ഓൺ ദി ബാക്ക് ഓഫ് ദി ഹെഡ്, പുറകിൽ തലയുടെ പുറകിൽ ഇടിക്കാൻ പാടില്ല. ഇപ്പം ഏതൊക്കെയാണോ റൂൾസ് എന്ന് വെച്ചാൽ അതെല്ലാം തന്നെ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. Keep your heads up, understand? Let's have a clean fight. Now shake hands and come out fighting. അങ്ങനെ അവർ ഫൈറ്റിംഗിലേക്ക് പോവുകയാണ്. Both youngsters touched gloves and nodded. ഇങ്ങനെ അവർ രണ്ടുപേരും ഷേക്ക് ഹാൻഡ് ചെയ്ത് ഗ്ലോവ്സ് വെച്ച് ടച്ച് ചെയ്ത് ഷേക്ക് ഹാൻഡ് ചെയ്തു. They turned and danced quickly to their corners. രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് അവരവരുടെ സൈഡിലേക്ക് പോയി നിന്നു. Bong bong, round one. Felix and Antonio turned and faced each other squarely in a fighting pose. അപ്പോൾ രണ്ടുപേരും ഫൈറ്റിംഗ് പോസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. Felix wasted no time. He came in fast, head low, half hunched towards his right shoulder and lashed out with a straight left. അപ്പോൾ എന്താണ് നമ്മുടെ ഫെലിക്സ് അവന് ഒട്ടും തന്നെ വെയിറ്റ് ചെയ്ത് ആദ്യം തന്നെ ഇരിക്കാനായിട്ട് തുടങ്ങുകയാണ്. He missed a right across. He missed a right cross as Antonio slipped the punch and countered with 3 lefts that snapped Felix's head back, sending a mild shock coursing through him. അപ്പോൾ അന്റോണിയോ തീരെ മോശമല്ല, ഫെലിക്സ് ചാടി വന്നപ്പോൾ തന്നെ അത് തടഞ്ഞ് തിരിച്ച് നല്ല പിടികൊടുത്തു, തല തടയുന്ന രീതിയിലേക്ക് ആയി. If Felix had any small doubt about their friendship affecting their fight, it was being neatly dispelled. അപ്പോൾ ഫെലിക്സ് ഇത്ര നേരം വിചാരിച്ചിരുന്നത് അയ്യോ ഇനി ഞാൻ ഫൈറ്റ് ചെയ്താൽ എന്താണ് അന്റോണിയോ വിചാരിക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇടി കൊണ്ട് തന്നെ ഫെലിക്സിന് മനസ്സിലായി ഓക്കെ ആണ്, നന്നായിട്ട് ഫൈറ്റ് ചെയ്യണം. Antonio's left hand was like a piston pumping jabs, one right after another with seeming ease. അപ്പം അന്റോണിയോ ഒട്ടും മോശമല്ല, രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യണം. ഫെലിക്സ് bobbed and weaved and never stopped boring him. He knew that at long range he was at a disadvantage. അപ്പം ഫെലിക്സിന് അറിയാമായിരുന്നു
കൂടുതൽ ദൂരത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവന് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും, ഫെലിക്സിന് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് വളരെ അറിയാം. കാരണം അവൻ ഇച്ചിരി അന്റോണിയോക്കാട്ടിലും കുറച്ചുകൂടെ നീളം കുറവാണ്. അന്റോണിയോ ഹാഡ് ടു മച്ച് റീച്ച് ഓൺ ഹിം. അതാണ് മെയിൻ പ്രശ്നം. അന്റോണിയോക്ക് നീളം കൂടുതലുണ്ട്. അന്റോണിയോക്ക് ഇവനെ അടിക്കാനും പറ്റും, പക്ഷെ ഫെലിക്സിന് അടിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നതാണ് നല്ലതെന്ന് ഫെലിക്സിന് അറിയാം. Only by coming in close could Felix hope to achieve the dreamed of knockout. അപ്പോൾ അടുത്ത് നിന്നാൽ മാത്രമേ ഈ അന്റോണിയോ അല്ലെങ്കിൽ എതിരാളിയെ നോക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഫെലിക്സിന് അറിയാം. Antonio knew the dynamite that was stored in his amigo brother's fist. അപ്പോൾ അന്റോണിയോക്ക് നന്നായിട്ട് അറിയായിരുന്നു ഈ ഫെലിക്സിന്റെ കൈക്ക് നല്ല കരുത്തുള്ളത്. ഫിസ്റ്റ് എന്ന് പറയുന്നത് ഈ മുഷ്ടി. He ducked a short right and missed a left hook. Felix trapped him against the ropes just long enough to pour some punishing rights and lefts to Antonio's hard midsection. Antonio slipped away from Felix, crashing two lefts to his head, which set Felix right ear ringing. Antonio ഫെലിക്സും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യണം. കാരണം രണ്ടുപേരും നേരത്തെ തന്നെ തീരുമാനിച്ചാണ് ഫെയർ പ്ലേ മാത്രമേ ഉള്ളൂ, മറ്റൊരാൾക്ക് നോവും എന്ന രീതിയിൽ നമ്മൾ ഇടിക്കാതിരിക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഫൈറ്റിംഗ് തുടങ്ങിയത്. ഫെലിക്സ് വാക്ക് ബ്രിസ്ക്ലി ബാക്ക് ടു ഹിസ് കോർണർ. ബ്രിസ്ക്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ തിരിച്ച് അവരെ സാധ്യത വരുന്നത്. കാരണം ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് അന്റോണിയോ ഗ്രേസ്ഫുള്ളി ഡാൻസ്ഡ് ഹിസ് വേ ടുവേർഡ് ഹിസ് സ്റ്റൂൾ. രണ്ടുപേരും അന്റോണിയോ ഫെലിക്സും രണ്ടുപേരും വീണ്ടും അപ്പാർട്ടായി അവരവരുടെ തന്നെ സീറ്റിൽ പോയിരുന്നു. ബോങ് ബോങ് റൗണ്ട് 2. ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ സ്റ്റൂളിൽ നിന്ന് എഴുന്നേറ്റു ആൻഡ് റഷ് ടു അന്റോണിയോ ലൈക്ക് എ ബുൾ. ഒരു കാട്ടുപോത്തിന്റെ ശൗര്യത്തോടെ അന്റോണിയോയുടെ അടുത്തോട്ട് ഇടിച്ച് ചെല്ലുകയാണ്. Sending a hard right to his head. ഇടിച്ച് വന്നിട്ട് തന്നെ എന്താണ് അവന്റെ തലക്കിട്ട് ഒറ്റടി ഇടി. Antonio hurt, sent back a blurring barrage of lefts and rights that really meant pain to Felix. അപ്പോൾ എന്താണ് അന്റോണിയോ തിരിച്ച് ടപ്പാന്ന് പറഞ്ഞ് അടിച്ചു. അത് ഫെലിക്സിന് നന്നായിട്ട് വന്നു. Felix bobbed and weaved, occasionally punching his two gloves together. Antonio waited for the rush that was sure to come. Felix closed in and feinted with his left shoulder and threw a right instead. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ ഭാവമില്ല, രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. Rights to the body, lefts to the head. Neither fighter was giving an inch. രണ്ടുപേരും ഒരു ഇഞ്ച് പോലും ബാക്കി വെക്കാതെ ലെഫ്റ്റിലും റൈറ്റിലും താഴെ എവിടെയൊക്കെ ഇടിക്കാൻ പറ്റുമോ അവിടെ എല്ലാം തന്നെ ഇടിച്ച് വലിപ്പാക്കുക. Suddenly, a short right caught Antonio squarely on the chin. Chinila patekudi. His long legs turned to jelly and his arms flailed out desperately. Felix, grunting like a bull, threw wild punches from every direction. ഒരു ബുള്ളിനെ പോലെ ഭയങ്കര ശൗര്യത്തോടെയാണ് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത്. Antonio, groggy, bobbed and weaved, evading most of the blows. Suddenly his head cleared. His left flushed out hard and straight, catching Felix on the bridge of his nose. അപ്പോൾ എന്താണ് ഇവര് തമ്മിൽ വിട്ടുകൊടുക്കുന്ന യാതൊരു കാര്യവുമില്ല. രണ്ടുപേരും എവിടെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ അപ്പർ ബോഡി പാർട്ട്, അതായത് ടോർസോയിൽ മുഴുവനും ഇടിക്കാനായിട്ടുള്ള അനുവാദം റെഫറി കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. In a fog, Felix heard the roaring of the crowd. അപ്പോൾ ഫെലിക്സിന് ഇപ്പോഴാണ് ഒരു ചെറിയൊരു ഇത് വന്നത്. അവർക്ക് ക്രൗഡ് ഭയങ്കരമായിട്ട് റോർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ആർത്തുല്ലസിച്ച് അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. Who seemed to have gone insane. Insane എന്ന് പറയുന്നത് ഭ്രാന്ത് അല്ലെങ്കിൽ ഒരു mentally gone down എന്നുള്ളതാണ് insane എന്ന് പറയുന്നത്. His head clear to hear the bell sound at the end of the round. അപ്പോൾ ഫെലിക്സ് അടുത്ത ഈ റൗണ്ട് തീരുന്നതിന് ബെല്ല് കേൾക്കാനായിട്ട് നോക്കി. His trainer sat him down on the stool in his corner. Antonio was doing what all fighters do when they are hurt. They sit and smile at everyone. Antonio എല്ലാ ആൾക്കാരെയും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെലിക്സും അവൻ്റെ സ്റ്റൂളിൽ ഇരിക്കുകയാണ്. അപ്പം ഫെലിക്സിൻ്റെ കോച്ച് വന്ന് ഫെലിക്സിനോട് സംസാരിക്കുന്നുണ്ട്. അന്റോണിയോയുടെ കോച്ച് വന്ന് അന്റോണിയോടും സംസാരിക്കുന്നുണ്ട്. The referee signaled the
ring doctor to check the fighters out. He did so and then gave his okay. The cold water sponges brought clarity to both Amigo brothers. They were rubbed until their circulation ran free. അപ്പം റെഫറി ഡോക്ടറിന്റെ സഹായം തേടി അങ്ങനെ ഡോക്ടർ വന്ന് രണ്ടുപേരും ചെക്ക് ചെയ്തു. രണ്ടുപേരും ഓക്കെ ആണ്, പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. അതിനുശേഷം ദേഹം എല്ലാം ഒന്ന് കോൾഡ് വാട്ടർ റബ് ചെയ്തു, കാരണം അവരുടെ ബ്ലഡ് സർക്കുലേഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. Bong round 3, the final round. Up to now, it had been tic-tac-toe, pretty much even. Tic-tac-toe എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ ഒരേപോലെ കട്ടയ്ക്ക് ഇരിക്കുന്നതാണ് tic-tac-toe എന്ന് പറയുന്നത്. But everyone knew there could be no draw and that this round would decide the winner. ഇത് ലാസ്റ്റ് റൗണ്ട് ആണ്, തേർഡ് റൗണ്ട് ആണ്. അപ്പം ആ തേർഡ് റൗണ്ടിൽ അവര് ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും വിന്നർ. This time, to Felix's surprise, it was Antonio who came at first, charging across the ring. Felix braced himself but couldn't ward off the barrage of punches. Felix tapped his gloves and commenced his attack anew. Antonio, throwing boxes caution to the winds, jumped in to meet him. Both pounded at him. ഫെലിക്സിന്റെ സർപ്രൈസിൽ ഈ പ്രാവശ്യം അന്റോണിയോ ആണ് ആദ്യം തന്നെ അറ്റാക്ക് ചെയ്തത്. ഇത്രയും നേരം ഫെലിക്സ് ആണ് ആദ്യം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സമയത്ത് അന്റോണിയോ ആണ് ആദ്യം അറ്റാക്ക് ചെയ്തത്. Neither gave an inch and neither fell to the canvas. They fought toe to toe. The sounds of their blows were loud in contrast to the silence of a crowd gone completely mute. ഇപ്പൊ ഓഡിയൻസ് ഫുള്ള് സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അവർക്ക് ആകാംക്ഷയാണ് ആരാണ് ജയിക്കുന്നത്, എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷയിലിരിക്കുകയാണ് ഓഡിയൻസ് മുഴുവൻ. അപ്പം ഇവിടെ ഇടിക്കുന്നതിന്റെ പഞ്ചസിന്റെ മാത്രം സൗണ്ടേ അവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. The referee was stunned by their savagery. അവർ സാവേജസിനെ പോലെ ആദിമ മനുഷ്യരെ പോലെ അവർ കിടന്ന് ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ്. Bong, bong, bong. The bell sounded over and over again. Felix and Antonio were past hearing. അവർ ആദ്യം ഒന്നും കേട്ടില്ല, പിന്നെ അവർ കേൾക്കണം. Their blows continued to pound on each other like hailstones. Finally, the referee and the two trainers pried Felix and Antonio apart. ഇത് കളി കഴിഞ്ഞു അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടുള്ള ബെല്ല് അവർ കേൾക്കുന്നില്ല. അങ്ങനെ റെഫറിയും പിന്നെ വേറെ ആൾക്കാരും കൂടെ വന്ന് ഇവരെ രണ്ടിനെയും കൂടെ വലിച്ച് മാറ്റുകയാണ്. Finally, the referee and the two trainers pried Felix and Antonio apart. രണ്ടുപേരും വലിച്ചപ്പുറത്ത്. Cold water was poured over them to bring them back to their senses. They looked around and then rushed toward each other. അപ്പോൾ മുഖത്ത് ഇച്ചിരി വെള്ളമൊക്കെ തളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ സ്ഥലകാല ബോധം തന്നെ വന്നത്. എല്ലാം ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കണം. A cry of alarm surged through Tompkins Square Park. Was this a fight to the death instead of a boxing match? അപ്പോൾ എല്ലാവരും വിചാരിക്കണം ഇതെന്താണ്, ബോക്സിംഗ് മാച്ച് തന്നെയായിരുന്നു അതോ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. The fear soon gave way to wave upon wave of cheering as the two amigos embraced. Competition കഴിഞ്ഞിട്ട് അവര് കെട്ടിപ്പിടിക്കുകയാണ്. No matter what the decision, they knew they would always be champions to each other. അപ്പോൾ എന്താണ് ഇവരുടെ ഫൈനൽ വേർഡിക്റ്റ്, അല്ലെങ്കിൽ ആരെയാണ് ഇവർ ചാമ്പ്യനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇവർക്ക് കാര്യമില്ല. കാരണം രണ്ടുപേരുടെയും കണ്ണിൽ രണ്ടുപേരും ചാമ്പ്യൻസ് ആണ്, രണ്ടുപേരും വിട്ടുകൊടുത്തിരുന്നില്ല. Bong, bong, bong. Ladies and gentlemen, the winner and representative to the Golden Gloves Tournament of Champions is, ഇപ്പം ചാമ്പ്യനെ ഇനിയും അനൗൺസ് ചെയ്യാനായിട്ട് പോവുകയാണ്. The announcer turned to point to the winner and found himself alone. അനൗൺസർ തിരിഞ്ഞു നോക്ക്, ആരാണ് വിന്നർ എന്ന് പറഞ്ഞിട്ട് കൈമുക്കി ആളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് നോക്കിയപ്പോൾ എന്താണ്, രണ്ടുപേരും ഇല്ല, ഫെലിക്സും ഇല്ല അന്റോണിയോ ഇല്ല. Arm in arm, the champions had already left the ring. അവർ കെട്ടിപ്പിടിച്ച് കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ട് ചാമ്പ്യൻസും അവിടെ നിന്ന് പോയി. ഇവർക്ക് ചാമ്പ്യൻ ആരാണെന്ന് അറിയണമെന്ന് പോലും ആഗ്രഹമില്ല, കാരണം അവരുടെ മനസ്സിൽ രണ്ടുപേരും അവരുടെ ചാമ്പ്യൻസ് ആയിരിക്കാണ്. രണ്ടുപേരും വിട്ടുകൊടുത്തിട്ടില്ല, രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തു എന്നുള്ള ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവര് ഇത് എന്ത് അനൗൺസ്മെന്റ് ആയാലും, ആര് വിന്നർ, ആന്റോണിയോ വിന്നർ ആണെന്ന് പറഞ്ഞാലും ഫെലിക്സ് വിന്നർ ആണെന്ന് പറഞ്ഞാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല. അവര് ചെയ്യാനുള്ളത് അവര് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആരാണ് വിന്നർ എന്നുള്ള അനൗൺസ്മെന്റ് പോലും കേൾക്കാനായിട്ട് നിൽക്കാതെ അവരോട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.